നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. നഗരസഭാ ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി. ജീവനക്കാരെ രണ്ടാം കിടക്കാരായി കാണുന്നത് ശരിയല്ലെന്നും പാച്ചേനി. CPI ജില്ലാ സമ്മേളനം 18 മുതൽ നീലേശ്വരം ഒരുങ്ങി. കോട്ടക്കണി റോഡ് തുറന്നു, ഇനി സുഖയാത്ര. അഖില ഇനി മഴ നനയില്ല, വീടൊരുക്കാൻ സഹപാഠികൾ കൈകോർക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി, കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തം. NREG പ്രക്ഷോഭത്തിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക്. നഗരസഭാ ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി പറഞ്ഞു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് കണ്ണൂർ ജില്ലാ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനയുടെ സാരഥികളെല്ലാം സർക്കാരിന്റെ മുമ്പാകെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇപ്പോഴും നമുക്ക് ആ ആവശ്യം കിട്ടാക്കനിയായി നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് അത് ലഭിച്ചേ പറ്റൂ. സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കാനും സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാരെ പരിഗണിച്ചേ പറ്റൂ. അത് അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട്. കാരണം പഞ്ചായത്ത് ജീവനക്കാരെയൊക്കെ അംഗീകരിച്ച് 20 വർഷം കഴിഞ്ഞു. ഇനിയും നമുക്ക് ഈ ആവശ്യം അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. 2013-ലും 2014-ലും മുഖ്യമന്ത്രി നേരിട്ട് ഇത് സംബന്ധിച്ച് സംഘടനയുമായി ചർച്ചകൾ നടത്തി. അതിനിടയിൽ തന്നെ നമ്മുടെ മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിനെ ഒരു അന്വേഷണ സമിതിയെ തന്നെ, ഒരു സബ് കമ്മിറ്റിയെ തന്നെ സർക്കാർ നിയോഗിച്ചു. അവരുടെ റിപ്പോർട്ടും നമുക്ക് അനുകൂലമാണ്. സ്വാഗത സംഘം ചെയർമാൻ G. നാരായണൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ K. ദിവ്യ, R. ഗംഗാധരൻ, PV രമേശൻ, PG ദേവ്, സാജിദ് മൗവൽ, V. ദാമോദരൻ, കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, KP ദിനേശൻ, NK ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് B. ശശികുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഉച്ചയ്ക്ക് ശേഷം നടന്ന യാത്രയപ്പ് സമ്മേളനം കാസർഗോഡ് നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സമ്മേളനം 18 മുതൽ 20 വരെ നീലേശ്വരത്ത് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ മഞ്ചേശ്വരത്ത് നിന്നും പ്രയാണം ആരംഭിച്ചു. CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടക്കുന്ന നീലേശ്വരത്ത് സജ്ജമാക്കിയ വെളിയം ഭാർഗവൻ നഗറിൽ ഉയർത്തുവാനുള്ള പതാകയാണ് മഞ്ചേശ്വരത്ത് നിന്നും ജാഥയായി കൊണ്ടുപോകുന്നത്. മഞ്ചേശ്വരത്തെ ഡോക്ടർ സുബ്ബറാവു സ്മൃതി മണ്ഡപത്തിൽ നിന്നും AIYFIയുടെ നേതൃത്വത്തിൽ അത്ലറ്റുകൾ റിലേയായാണ് പതാക നീലേശ്വരത്ത് എത്തിക്കുന്നത്. പതാക ജാഥയുടെ ഉദ്ഘാടനം സ്മൃതി മണ്ഡപത്തിൽ വെച്ച് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം BV രാജൻ നിർവഹിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് മുകേഷ് ബാലകൃഷ്ണനെ പതാക ഏൽപ്പിച്ചാണ് BV രാജൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. CPI സംസ്ഥാന സമിതി അംഗം T. കൃഷ്ണൻ, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, AIYF ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു, രാമകൃഷ്ണ കടമ്പാർ എന്നിവർ സംസാരിച്ചു. ജാഥയുടെ വെള്ളിയാഴ്ചത്തെ പര്യടനം പെരുമ്പളയിലെ ബേനൂരിൽ സമാപിക്കും. ശനിയാഴ്ച രാവിലെ വീണ്ടും പ്രയാണം ആരംഭിക്കുന്ന ജാഥ വൈകുന്നേരം നീലേശ്വരത്തെ സമ്മേളന നഗരിയിൽ സമാപിക്കും. സ്വാഗത സംഘം വൈസ് ചെയർമാൻ M. അസിനാർ സമ്മേളന നഗരിയിൽ വെച്ച് പതാക ഏറ്റുവാങ്ങും. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കോൺക്രീറ്റ് ചെയ്ത കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് കോട്ടക്കണി റോഡ് ഉദ്ഘാടനം ചെയ്തു. റോഡിന്റെ 300 മീറ്റർ ദൂരമാണ് കോൺക്രീറ്റ് ചെയ്തത്. നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ളയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം, പ്രതിപക്ഷ നേതാവ് P. രമേശ്, ചന്ദ്രശേഖര, ഗണപതി കോട്ടക്കണി, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അഖില ഇനി മഴ നനയില്ല. പൊളിഞ്ഞു വീഴുന്ന കുടിലിൽ കഴിയുന്ന കുണ്ടൻകുഴിയിലെ അഖിലേക്ക് വീടൊരുക്കാൻ അധ്യാപകരും സഹപാഠികളും കൈകോർക്കുന്നു. മഴയെയും വെയിലിനെയും പേടിച്ച് ഓലമേഞ്ഞ കൊച്ചുകൂരയ്ക്കുള്ളിൽ കഴിയുന്ന കുണ്ടൻകുഴിയിലെ അഖിലേക്കും കുടുംബത്തിനും വീടൊരുക്കാൻ സഹപാഠികളും അധ്യാപകരും രക്ഷകർത്താ സമിതിയും കൈകോർക്കുകയാണ്. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനിയായ അഖില കഴിഞ്ഞ 17 വർഷമായി പൊളിഞ്ഞു വീഴാറായ കുടിലാണ് താമസിക്കുന്നത്. നിത്യരോഗിയായ അമ്മയ്ക്കും അച്ഛനുമരികിൽ ജീവിക്കുന്ന അഖിലയുടെ ചിത്രം കരളലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു.
എല്ലാവർക്കും വീട് എന്ന പദ്ധതി ചർച്ച ചെയ്യുമ്പോഴാണ് അഖിലയുടെ വീട് മാത്രം വൈദ്യുതീകരിച്ചിട്ടില്ല എന്ന് കൂട്ടുകാർ പറഞ്ഞത്. അപ്പോഴാണ് അഖില പറഞ്ഞത് തനിക്ക് വീട് പോലുമില്ലെന്ന്. ഇതോടെയാണ് സഹപാഠികളും അധ്യാപകരും അഖിലയ്ക്ക് എത്രയും പെട്ടെന്ന് വീട് നിർമ്മിച്ചു നൽകണമെന്നത് ഒരു കടമ പോലെ ഏറ്റെടുത്തത്. ഇതിനായി അഖില വെൽഫെയർ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ചട്ടഞ്ചാൽ അർബൻ ബാങ്കിലെ 3577 അക്കൗണ്ട് നമ്പറിലേക്കാണ് സഹായം അയക്കേണ്ടത്. അഖില വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ താൽക്കാലിക കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അഖിലയ്ക്ക് വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ ചട്ടഞ്ചാൽ അർബൻ ബാങ്കിൽ തുറന്നിട്ടുള്ള അക്കൗണ്ട് 3577 നമ്പറായിട്ടുള്ള അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാവുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ വഞ്ചിക്കുകയാണെന്ന് ആക്ഷേപം. ഇതേ തുടർന്ന് NRG പ്രക്ഷോഭം തുടങ്ങി. തൊഴിൽ പരിമിതപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾക്കെതിരെയും കൂലി കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത്. 19-ന് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടക്കും. സമരത്തിന്റെ ഭാഗമായി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല കാൽനട ജാഥ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി P. കൃഷ്ണൻ നയിക്കുന്ന ജാഥ കൊളവയൽ മാട്ടുമലിൽ വെച്ച് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. 63 ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഈ ജോലി ഉണ്ടായത്. അത് കേവലം 2500 ബ്ലോക്കാക്കി ചുരുക്കിയിരിക്കുകയാണ്. അങ്ങനെ പരിമിതപ്പെടുത്തി ഈ നിയമത്തെ ഇല്ലാതാക്കാൻ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് മാന്യമായി കിട്ടേണ്ടുന്ന നിയമപരമായി കിട്ടേണ്ടുന്ന 100 ദിവസം തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് വന്നു ചേരാൻ വേണ്ടി പോകുന്നത്. ഇതിനെതിരായി നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് ഉശിരല്ലോളം അവർക്ക് ജീവനല്ലോളം ഈ തൊഴിലുറപ്പ് പദ്ധതി താർക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളമുള്ള നമ്മുടെ NRG വർക്കേഴ്സ് യൂണിയന്റെ മെമ്പർമാർ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകും. NA സുലൈമാൻ സ്മാരക പുരസ്കാരം PM മൊയ്തീൻ മാസ്റ്റർക്ക് സമ്മാനിച്ചു. കാസർഗോഡ് വനിതാ ഭവൻ ഹാളിലായിരുന്നു പരിപാടി. സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം നന്മ മാത്രം ചെയ്തതുകൊണ്ടാണ് ഇത്രമാത്രം ജനങ്ങൾ അദ്ദേഹം വിട്ടുപിരിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കാസർഗോഡ് മേഖലയിലെ വിവിധ മേഖലകളിലെ ഏറ്റവും വിവിധ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ പ്രഗത്ഭ നടികൾ ഇന്ന് ഈ വേദി പങ്കെടുക്കുന്നു. റാഫി മഹൽ പ്രസിഡന്റ് PS അമീദ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ചിഹ്ന അനുസ്മരണ പ്രഭാഷണം നടത്തി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള അവാർഡ് സമ്മാനിച്ചു. MA ലത്തീഫ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച, റഹ്മാൻ താലങ്ങാടി, A. അബ്ദുൾ റഹ്മാൻ, LA മഹമ്മൂദ് ഹാജി, മുഹമ്മദ് മുബാറക് ഹാജി, ഡോക്ടർ MP ഷാഫി ഹാജി, NA അബൂബക്കർ, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, PA അഷറഫ് അലി തുടങ്ങിയവർ സംസാരിച്ചു. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ഒരുക്കങ്ങളായി. ജനുവരി 18-നാണ് ജില്ലയിൽ പൾസ് പോളിയോ വിതരണം. 18-ന് രാവിലെ 8 മണിക്ക് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് E. ചന്ദ്രശേഖരൻ MLA പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ K. ദിവ്യ ചടങ്ങിൽ സംബന്ധിക്കും. 9 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, 7 ബ്ലോക്ക് PHCകൾ, 40 PHCകൾ, 249 കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങൾ, 2 താലൂക്ക് ആശുപത്രികൾ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, കാസർഗോഡ് ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലും സ്വകാര്യ ആശുപത്രികൾ, തെരഞ്ഞെടുത്ത അംഗൻവാടികൾ, സ്കൂൾ, വായനശാല, ക്ലബ്ബുകൾ, മദ്രസകൾ തുടങ്ങിയ സ്ഥലങ്ങളിലായി ഒരുക്കുന്ന 1213 ബൂത്തുകളിലായി 5 വയസ്സിന് താഴെ പ്രായമുള്ള 1,19,199 കുട്ടികൾക്ക് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ തുള്ളിമരുന്ന് വിതരണം ചെയ്യും. പൾസ് പോളിയോ മരുന്ന് വിതരണ കേന്ദ്രങ്ങളുടെ മേൽനോട്ടത്തിനായി 122 സൂപ്പർവൈസർമാരെയും ഗൃഹസന്ദർശനത്തിനായി 291 സൂപ്പർവൈസർമാരെയും നിയമിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ RCH ഓഫീസർ ഡോക്ടർ A. മുരളീധര നല്ലൂരായ, ഡോക്ടർ TV പത്മനാഭൻ, കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഹരീഷ്, ജില്ലാ മാസ് മീഡിയ ഓഫീസർ വിൻസൻ ജോൺ, സുരേഷ് എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കഞ്ചാവ് കടത്തുന്നതിനിടെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെട്ട പ്രതി വീണ്ടും അറസ്റ്റിൽ.
കുമ്പള കുടിയമ്മ സ്വദേശി ചായക്കട്ട മുഹമ്മദാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ നവംബർ 25-നാണ് കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത്. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇദ്ദേഹമെന്ന് പോലീസ് പറഞ്ഞു. മാവുങ്കാലിൽ മിനി ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 അയ്യപ്പ ഭക്തന്മാർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. കർണാടക ഹാസന സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. 13 ലക്ഷം രൂപയുടെ കുങ്കുമപ്പൂവുമായി മൊഗ്രാൽപുത്തൂർ സ്വദേശി മംഗലാപുരം വിമാനത്താവളത്തിൽ പിടിയിൽ. മൊഗ്രാൽപുത്തൂരിലെ മുഹമ്മദ് റിയാസിനെയാണ് പിടികൂടിയത്. തേങ്ങ പറിക്കുന്നതിനിടെ തെങ്ങിൽ നിന്ന് വീണ് കുമ്പള സ്വദേശി മരിച്ചു. ബംബ്രാണ ഉജ്ജാറിലെ കാന്തപ്പ പൂജാരിയാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 7% ക്ഷാമബത്ത അനുവദിച്ച സംസ്ഥാന സർക്കാരിനെ അഭിവാദ്യമർപ്പിച്ച് NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കാസർഗോഡ് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. NGO അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. അസോസിയേഷൻ നേതാക്കളായ V ദാമോദരൻ, MP കുഞ്ഞിമൊയ്തീൻ, KC സുജിത് കുമാർ, കൊളത്തൂർ നാരായണൻ, VTP രാജേഷ്, MT പ്രസീദ, SM രജനി, AV രാജൻ, K ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. നഗരസഭാ ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി. ജീവനക്കാരെ രണ്ടാം കിടക്കാരായി കാണുന്നത് ശരിയല്ലെന്നും പാച്ചേനി. CPI ജില്ലാ സമ്മേളനം 18 മുതൽ നീലേശ്വരം ഒരുങ്ങി. കോട്ടക്കണി റോഡ് തുറന്നു, ഇനി സുഖയാത്ര. അഖില ഇനി മഴ നനയില്ല, വീടൊരുക്കാൻ സഹപാഠികൾ കൈകോർക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി, കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തം. NREG പ്രക്ഷോഭത്തിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.